ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മയുടെ ഫോട്ടോയും പിടിച്ച് മകൻ വീട്ടിലേക്ക് എത്തി. ഈ ഫോട്ടോ കണ്ട് അമ്മ ഞെട്ടി കേട്ടോ. നമ്മുടെ സച്ചി ആണെങ്കിൽ ഭയങ്കര ചിരി, ശ്രീകാന്ത്, വർഷ, രേവതി ഇവരൊക്കെ ഭയങ്കര ചിരി. പക്ഷെ ഇവർക്കൊന്നും ചിരിക്കാൻ പറ്റുന്നില്ല, വായ അടച്ചു പിടിച്ച് പതുക്കെ ചിരിക്കുക. ഇവർ ചിരിക്കുന്നുണ്ടപ്പോൾ ശ്രുതിക്കും ചിരി വന്നു. അമ്മയാണ് ഇത് നോക്കി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ആരാടാ ഈ ഫോട്ടോ നിനക്ക് തന്നെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ, എൻ്റെ അമ്മയെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അയാളെ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അയാളിങ്ങനെ തെരുവിലൊക്കെ നടന്ന് ഫോട്ടോ വിൽക്കുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. ഫോട്ടോ വിൽക്കാൻ വേണ്ടി നമ്മുടെ ഷോറൂമിലേക്ക് അയാൾ വന്നതാ. കണ്ണേറമ്മയുടെ ഫോട്ടോയാണ് ഈ ഫോട്ടോ നിങ്ങളുടെ ഷോറൂമിൽ വെച്ചാൽ ഷോറൂമിന് ദൃഷ്ടിദോഷം ഉണ്ടാവില്ല, മാത്രമല്ല നല്ല കച്ചവടവും നടക്കുമെന്നാണ് പറയുന്നത്. ഇത് കണ്ടിട്ട് വാങ്ങാൻ നോക്കുമ്പോഴത് അമ്മയുടെ മുഖം തന്നെയാണെന്ന് ശ്രുതി എന്നോട് പറഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞു. സച്ചിക്കാണ് ചിരി അടക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും ശ്രുതി അതെ ആൻറ്റി എന്ന് പറഞ്ഞ് ഭയങ്കര നിഷ്കുവായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. വർഷയും സൈഡിലിരുന്ന് ഇങ്ങനെ ചിരിക്കുവാണ്. അപ്പോൾ അമ്മയുടെ ഫോട്ടോയാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന 10 ഫോട്ടോയും ഞാൻ ഇങ്ങ് കാശ് കൊടുത്ത് വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്ര ഇരിക്കുക. ആരാണ് എൻ്റെ ഈ ഫോട്ടോ ഈ രൂപത്തിലാക്കിയത് എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോൾ, അറിയില്ല ആൻറ്റി, തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ നന്നായിട്ട് സെയിലായ ഫോട്ടോയാണെന്നാണ് പറഞ്ഞത്. അയ്യോ എൻ്റെ ദൈവമേ, ഇപ്പോഴാ ഇത് കേരളത്തിലൊക്കെ ഇറങ്ങിയതെന്നൊക്കെ പറയുമ്പോൾ, അതേ അമ്മേ, കണ്ണേറമ്മ. അപ്പം അത് കേട്ടപ്പോഴത്തേക്കും സച്ചിക്ക് ചിരി അടക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുക. അല്ല, അതമ്മേ, അന്ന് അമ്മയുടെ തലയിൽ മൈദമാവ് വീണപ്പോൾ അമ്മയുടെ മുഖവും ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ. ഇത് കൊണ്ടുപോടെ എൻ്റെ മുന്നിൽ നിന്ന്. അല്ലമ്മ, ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചാന്ന് പറഞ്ഞ് ശ്രുതി. അപ്പോഴത്തേക്കും ചന്ദ്ര അതെടുത്തൊരു ഒറ്റ ഏറ്, അത് സച്ചിയുടെ നേരെ എറിഞ്ഞ് അത് ചന്നം ഭിന്നമായി കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ അതുവഴി വരുന്നു. അച്ഛൻ ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് വരുന്നത്. ഈ ഫോട്ടോ കണ്ടപ്പോൾ അച്ഛൻ അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ അച്ഛനെയും തുറച്ച് നോക്കുവാണേ. സച്ചി അന്നേരം എഴുന്നേറ്റിട്ട് പറയും ചിരിച്ചോണ്ട് ഇങ്ങനെ നോക്കുന്നു. ശ്രീകാന്തും അതുപോലെ തന്നെ. അച്ഛൻ എന്നിട്ട് ആ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് എന്താ ചന്ദ്ര ഇത്, എന്തിനാ ഈ ഫോട്ടോ വെളിയിലേക്ക് വലിച്ചെറിഞ്ഞെന്ന് ചോദിച്ചു. അല്ല, ഇത് ആരുടെ ഫോട്ടോയാ, ഏത് ഫോട്ടോയാ, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ വന്നിരുന്ന് പറയുമ്പോൾ, ഓ കണ്ടിട്ട് തന്നെ പേടിയാവാണല്ലോ, കണക്കെ തള്ളി ടമ്പോ എന്ന് പറഞ്ഞ അച്ഛൻ ഇരിക്കുക. ഇത് നിനക്ക് പേടിച്ചിട്ട് വലിച്ചെറിഞ്ഞാണെന്ന് ചോദിച്ചപ്പോൾ, അച്ഛാ അത് കണ്ണേറമ്മയുടെ ഫോട്ടോയാണെന്ന് സച്ചി. എടാ അല്ല, നമ്മുടെ അമ്മയുടെ ഫോട്ടോ ഏതെന്ന് സച്ചി നോക്കിക്കത് അച്ഛൻ. അപ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നു, ചന്ദ്രയെ നോക്കുന്നു, ഫോട്ടോയിലേക്ക് സൂക്ഷിച്ച് നോക്കുന്നു, ചന്ദ്രയെ നോക്കുന്നു. കണ്ടപ്പോഴത്തേക്കും ഒരൊറ്റ ചിരിയാണ്. പിന്നെ ഇവളുടെ ഫോട്ടോ ആണെങ്കിൽ എന്തിനാ ഇവൾ എറിഞ്ഞതെന്ന് ചോദിച്ചു. അയ്യോ, ഇത് അമ്മയുടെ ഫോട്ടോയല്ല, കണ്ണേറമ്മയാ, കടയിലും വീട്ടിലും ഒക്കെ വെച്ചാൽ ദൃഷ്ടിദോഷം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് സുധിയേട്ടൻ്റെ കടയിൽ വിൽക്കാൻ കൊണ്ടുവന്നതാ ഈ ഫോട്ടോ എന്ന് പറഞ്ഞു വർഷ. ഓ എന്ന് പറഞ്ഞിരിക്കുക കേട്ടോ ചന്ദ്ര. വർഷയാണെങ്കിൽ ചിരി അടക്കാൻ പറ്റാതെ പിന്നെ അങ്ങ് പൊട്ടിച്ചിരിച്ചു. അയ്യോ എന്ന് പറഞ്ഞ് ചിരിക്കുക. അപ്പം രേവതി ഇരുന്ന് ഇങ്ങനെ ചിരിച്ചപ്പോൾ, എന്താടി പല്ല് പുറത്ത് കാണിക്കരുതെന്ന് രേവതിയോട് ചന്ദ്ര. നീ നിർത്തിക്കോളാനും പറഞ്ഞു. ഇല്ലേലേ നിന്റെ വായിൽ പല്ല് കാണുകയല്ല എന്നും രേവതിയോട് ചന്ദ്ര പറയുകയാണ്. അപ്പോഴേക്കും മറ്റുള്ളവർക്കൊക്കെ ചിരി അടക്കാനേ തോന്നുന്നത്. അതെന്താ രേവതി മാത്രമാണ് അവിടെ ചിരിച്ചതെന്ന് സച്ചി വെച്ചു. ബാക്കിയുള്ള എല്ലാവരും ചിരിച്ചല്ലോ. അല്ലെങ്കിൽ ആ ഫോട്ടോ കണ്ട ആർക്കാ ചിരി വരാത്ത എൻ്റെ കണ്ണേറമ്മേ എന്ന് സച്ചി. എടാന്നും പറഞ്ഞ് ചന്ദ്ര ഒരു വിളി. എന്നെ അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ പറഞ്ഞ ചന്ദ്ര ഇരിക്കുക കേട്ടോ. ഇതിനൊക്കെ കാരണം നീയാണെന്ന് പറഞ്ഞ് അതും രേവതിയുടെ തലയിൽ വെച്ച് കൊടുക്കുന്നു. ഞാനെന്ത് ചെയ്തെന്ന് അമ്മ പറയുന്നതെന്ന് രേവതി ചോദിച്ചു. നീയല്ലേടി അന്ന് എൻ്റെ തലയിൽ മൈദമാവ് ഇട്ടതെന്ന് ചന്ദ്ര ചോദിക്കുക കേട്ടോ. കണ്ണേറമ്മ എന്നും പറഞ്ഞ് ഈ ഫോട്ടോ ഇറക്കിയത് പോലും നീയാണോന്ന് എൻ്റെ സംശയം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. എന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ നോക്കുക കേട്ടോ. രവിയേട്ടനൊക്കെ അന്തം വിട്ടിങ്ങനെ നോക്കണം. എന്നെ അപമാനിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തല്ലേടി എന്നൊക്കെ ചോദിക്കുമ്പോൾ, എൻ്റെ അമ്മ എന്നും പറഞ്ഞ് രേവതി ഇരിക്കുക. അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞത് കറക്റ്റാ. ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി രേവതി കരുതി കൂട്ടി അമ്മയുടെ തലയിലേക്ക് മൈദാമാവ് താട്ടിയിട്ടത് തന്നെയാന്ന് പറയുമ്പോൾ, എടാ മിണ്ടായിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാനേ അവൾ നിന്നെ പോലെ ക്രിമിനൽ വാസന ഉള്ളവളല്ലെന്ന് പറഞ്ഞ് സച്ചി വന്നു. ചന്ദ്ര ചുമ്മാ വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞേക്കരുത്. എല്ലാ കുറ്റം കൂടെ ആ കൊച്ചിൻ്റെ തല കൊണ്ടിടാനാണോ നീ നോക്കുന്നതെന്ന് രവിയേട്ടൻ അന്നേരം ചോദിച്ചേ. പറഞ്ഞു നിൽക്കും അന്നേരം ചന്ദ്ര. ഇതൊരു ഫോട്ടോ അല്ലേ, അതിന് നീ ഇങ്ങനെയാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യം എന്താ, അത് നീ വിടാൻ പറഞ്ഞു. നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ ആരെങ്കിലും ഇറക്കി വിൽക്കണം, അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറഞ്ഞപ്പം, എൻ്റെ പൊന്ന് ചന്ദ്രയെ എൻ്റെ ഫോട്ടോ വിറ്റ് ആര് കാശുണ്ടാക്കാനാ, അല്ലെങ്കിൽ ആരത് വാങ്ങിക്കാനാ? എൻ്റെ ഒരു പാവത്താനെ പോലുള്ളൊരു ലുക്കല്ലേ, ദൃഷ്ടിദോഷമൊന്നും അങ്ങനെ പറ്റൂലെന്നേ. അപ്പോൾ സച്ചി എന്ന് പറഞ്ഞ് ചിരിക്കും. അപ്പോഴത്തേക്കും വർഷം പിന്നെയും ചിരി തുടങ്ങി. ഞാനിരുന്നുണ്ടല്ലോ, എന്നെ ആരും ഇവിടെ കളിയാക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അയ്യോ ഞാൻ കളിയാക്കിയതല്ല, പിന്നെ ആവശ്യമില്ല, അത് രേവതി ചേച്ചിയെ വഴക്ക് പറയരുത്. ഇങ്ങനെ ഒരു ഫോട്ടോ ഇറങ്ങാൻ കാരണം ഞാനാണെന്ന് വർഷ പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം ചന്ദ്ര ഇങ്ങനെ നോക്കട്ടെ. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് വർഷയെ നോക്കുന്നു. ഇവളോ? അന്ന് ആൻറ്റിയുടെ തലയിൽ മൈദാമാവ് വീണപ്പോഴേ ഞാൻ ആൻറ്റിയുടെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നല്ലോ എന്ന് വർഷ പറയണം.
അതാരോ എടുത്ത് ഈ രൂപത്തിലാക്കി വിറ്റതാണെന്ന് വർഷ പറയുമ്പോഴത്തേക്കും എന്നും പറഞ്ഞ് ചന്ദ്ര വായും പൊളിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. എങ്ങനെയുണ്ട് കേട്ടോ എന്ന് രവിയേട്ടൻ അന്നേരം ചോദിക്കുവാണ്. എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി, അപ്പം നീ എന്തിനാ ഫോട്ടോയൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടാൻ പോയെന്ന് ചോദിച്ചു ചന്ദ്ര. ഞാനൊരു ഫണ്ടിന് ചെയ്തതല്ലേ ഇന്ന് വർഷ പറയുമ്പോൾ എന്നും പറഞ്ഞിരിക്കും ചന്ദ്ര. അതെടുത്ത് ഒരാളിങ്ങനെ ഫോട്ടോ ആക്കി വെക്കുമെന്നും നിൽക്കുമെന്നൊക്കെ ഞാൻ അറിഞ്ഞോന്നും വർഷ ചോദിക്കുവാണ്. അത് കേട്ടപ്പോൾ അച്ഛാ നമുക്ക് എന്താ അച്ഛാ ഇങ്ങനെ ഒരു ഐഡിയ നേരത്തെ തോന്നാതിരുന്നത്? കഷ്ടമായിപ്പോൾ അല്ലേ അച്ഛാ? തോന്നേണ്ടിയിരുന്നു. അമ്മയുടെ ഫോട്ടോ എടുത്ത് ഏതെങ്കിലും ഒരുത്തും കാശുണ്ടാക്കുക അച്ഛാന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണോ മോനെ എന്ന് രവിയേട്ടൻ. ശരിക്കും ഇത് നിന്റെ കോപ്പി റൈറ്റ് അത് തന്നെ, അത് നമുക്കാണല്ലോ അല്ലേ? അപ്പോൾ കുറേ ഫോട്ടോ നമുക്കും അടിച്ച് വിൽക്കാമെന്നും പറഞ്ഞ് വിൽക്കാൻ വേണ്ടി ഒരു കട തന്നെ നമുക്കങ്ങ് തുടങ്ങാം എന്താ എന്നൊക്കെ ചോദിച്ചു. എടാ ഒരു ഫോട്ടോയ്ക്ക് നീ എത്രയാണ് കൊടുത്തത്? 400 rupees. കേട്ടല്ലോ അച്ഛാ, ഒരു ഫോട്ടോയ്ക്ക് 400 രൂപ. അപ്പോൾ 10 ഫോട്ടോയ്ക്ക് 4000 രൂപയായിരിക്കും, 100 ഫോട്ടോയ്ക്ക് 40,000 രൂപ. അച്ഛാ നമ്മുടെ തലവര തന്നെ മാറി വെച്ചാന്ന് പറയാ സച്ചി. വേണ്ട, ആ ബിസിനസ് നീ നോക്കണ്ട, അതൊക്കെ ബിസിനസ് മാഗ്നറ്റായിട്ടുള്ള ഞാൻ നോക്കിക്കോളാം. അമ്മയുടെ കണ്ണേറമ്മയുടെ കോപ്പി രണ്ടും തന്നെ എനിക്ക് തരുമോ എന്ന് ശ്രുതി ചോദിക്കുമ്പോഴത്തേക്കും നിർത്തടാന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെട്ടു. അപ്പോഴത്തേക്കും ചന്ദ്രയെ ശ്രുതി ഇങ്ങനെ നോക്കുക, ശ്രുതിയെയും. എല്ലാത്തിനെയും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നും പറഞ്ഞ് മിണ്ടാതിരിക്കുന്ന എല്ലാത്തിനും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇവിടെ കിടന്ന് ഉറഞ്ഞതുള്ളുവാണ്. അതൊക്കെ കേട്ട് രേവതിക്ക് ചിരി വരിക കേട്ടോ. ആ സമയത്ത് ചന്ദ്രയെ, നിന്നെ വെച്ച് നാട്ടുകാർ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കാൻ നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പം അപ്പോൾ ഇവരുടെ കൂടി നിങ്ങളും എന്നെ കളിയാക്കുകയാണല്ലേ എന്ന് ചോദിച്ച് ചന്ദ്രദേവി എന്നോട് ദേഷ്യപ്പെട്ടു. സച്ചിയൊക്കെ വാ പൊത്തി പിടിച്ചാ ചിരിക്കുന്നത്. എന്തായാലും ഇത് അമ്മ എനിക്ക് എൻ്റെ ഒരു കോപ്പി താമയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ചെന്നിരിക്കുന്നതിൻ്റെ കയ്യും ഞാൻ തല്ലുപിടിക്കും ഞാൻ. അമ്മ ഈ ഫോട്ടോ വെച്ചാൽ ദൃഷ്ടിദോഷം ഉണ്ടാവില്ലെന്നല്ലേ പറയുന്നത്? എടാ അതിന് അമ്മയുടെ ഒറിജിനൽ ഫോട്ടോ വെച്ചാൽ പോരെന്ന് സച്ചി. എടാ എന്ന് പറഞ്ഞ് ചന്ദ്ര വിളിച്ചപ്പം അത് ശരിയാണെന്ന് അച്ഛനും പറഞ്ഞു. രേവതിക്ക് ചിരി അടക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ചിരിക്കുവാണ്. വർഷയും അതുപോലെ തന്നെ. അച്ഛാ 2 ഫോട്ടോയും ഒന്ന് തന്നെയല്ലേ അച്ഛാ? ഒരേ മുഖമാണല്ലോ അച്ഛാ. അതുകൊണ്ട് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്, തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛാ ഫോട്ടോയും ചന്ദ്രയുടെ മുഖവും വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഈ ഫോട്ടോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൃഷ്ടിദോഷമൊക്കെ മാറി നമ്മുടെ ശത്രുക്കളൊക്കെ വഴിമാറി പോകുന്നതാണ് പറഞ്ഞത്. അതുപോലെ ദൃഷ്ടിദോഷം ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചാണല്ലോ എല്ലാവരും ഈ ഫോട്ടോയൊക്കെ വാങ്ങിച്ച് വെക്കുന്നത്. അപ്പോൾ അത് സത്യമായ കാര്യമായിരിക്കും. ഈ ഫോട്ടോയ്ക്ക് ഒരു പവർ ഉണ്ടാകും, പവർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി പറയുമ്പോൾ അത് ശരിയാവും പറയല്ലോ, കാര്യമുണ്ട്. എടാ ഒരു ഫോട്ടോ എനിക്കും കൂടെ തരണേടാ, ഞാൻ 400 രൂപ തന്നേക്കാടാ, എനിക്ക് എൻ്റെ കാറിൽ വെക്കാൻ വേണ്ടിയാണെന്ന് സച്ചി പറഞ്ഞപ്പോഴത്തേക്കും സച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ വിളിച്ചു. അല്ല എനിക്ക് നല്ല ട്രിപ്പ് കിട്ടുന്നതുകൊണ്ട് എല്ലാവരും കണ്ണു വയ്ക്കാന്നേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് സച്ചി രേവതിയോട് പറയാം. അന്നേരം എടി നീ എൻ്റെ തലയിൽ മൈദാമാവ് ഇട്ടതുകൊണ്ടല്ലേടി അവൾ ഫോട്ടോ എടുത്തത്, എല്ലാത്തിനും കാരണം നീയാണെന്ന് പറഞ്ഞ് അതും രേവതിയുടെ തലയിൽ വെച്ചു കൊടുക്കുന്നു. നീ ഈ വീട്ടിൽ കയറി വന്നതോടെ എൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറഞ്ഞ് ചന്ദ്ര. കഷ്ടകാലമോ? എൻ്റെ അമ്മ ഇത് നല്ല കാലമല്ലേ, നല്ല കാര്യമല്ലേ അച്ഛാ? അമ്മ ഇപ്പോൾ ഫേമസ് ആയില്ലേ അച്ഛാ? അപ്പം അമ്മ രേവതിക്ക് നന്ദിയല്ലേ പറയേണ്ടത്? ഉറപ്പായിട്ട് നന്ദി പറയണമെന്ന് അച്ഛൻ. മനുഷ്യന്മാർ സംസാരിക്കും നിന്നോടൊക്കെ, അപ്പം നിനക്ക് സംസാരിക്കാം, നീ പിന്നെ മനുഷ്യത്തി അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല എന്ന് രവിയേട്ടൻ ചന്ദ്രയോട് പറയുന്നു. അപ്പോഴും നമ്മുടെ വർഷ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുക. വർഷയുടെ ചിരി കണ്ടപ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം. എടാ വായ അടപ്പിച്ചോളടാ, അല്ലെങ്കിൽ ഞാനിവിടുന്ന് 2-1 ഇവിടെ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര എന്നിട്ട് അവിടെ നിന്ന് തുള്ളിച്ചാടി എഴുന്നേറ്റ് പോകും. അമ്മേ ആ ഫോട്ടോയുടെ കാര്യത്തിൽ എന്താ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ എടാ ഓടാ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര എഴുന്നേറ്റ് പോയി. സമയത്ത് അയ്യോ പാവെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നിൽക്കുക. ശ്രുതിക്കിട്ട് അടി വെച്ച് കൊടുത്തിട്ടാ ചന്ദ്ര പോയത്. വെറുതെ എന്തിനാടാ മേടിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അവിടെ നമ്മുടെ ശ്രുതിയെ. അപ്പോൾ ആ സമയത്ത് പിന്നെ കാണിക്കുന്ന മീരയുടെ അടുത്തേക്ക് ശ്രുതിയുടെ അമ്മ വന്നു. അപ്പോൾ ശ്രുതിയെ കാണാനായിട്ട് വന്നത് മീരയുടെ മുന്നിൽ വരുന്ന അമ്മ കരയും. അമ്മ ഇങ്ങനെ കരയൊന്നും വേണ്ട, അതിന് മാത്രം അവളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം മീര പറയണു. അത് കേട്ടപ്പോൾ മോളെ എനിക്ക് നല്ല പേടിയുണ്ട്, ആദ്യം സ്കൂൾ വിട്ട് വരുന്നതിന് മുന്നേ എനിക്ക് വീട്ടിലെത്താനുള്ളതാണെന്നും ശ്രുതി വരില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വരൂ ആൻറ്റി എന്ന് പറഞ്ഞാൽ തീർന്നില്ല. അപ്പോഴത്തേക്കും ശ്രുതി കയറി വന്നു. അമ്മേ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ പോരായിരുന്നു എന്നും ശ്രുതി ചോദിക്കുമ്പം വിളിച്ചാൽ പോരാ, എനിക്ക് നേരിട്ട് കണ്ട് പറയണമെന്ന് തോന്നി എന്ന് പറയുമ്പോഴത്തേക്കും എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്, എന്താ അമ്മയെ കാര്യമെന്ന് ശ്രുതി ചോദിക്കുക കേട്ടോ. അപ്പോൾ ആൻറ്റി ഒരു ജ്യോത്സ്യനെ കണ്ടിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞത് കേട്ട് ആൻറ്റി ഒക്കെ പേടിച്ചിരിക്കുകയാണെന്ന് മീര ഇങ്ങനെ പറയുമ്പോൾ പിന്നെ അമ്മ തുടങ്ങിയോന്ന് ചോദിച്ചു. മുമ്പ് എന്തിനും ഏതിനും അമ്മ ജ്യോത്സ്യനെ ചെന്ന് കാണുമായിരുന്നല്ലോ, എങ്ങനെയോ ഞാനതൊന്ന് നിർത്തിച്ചതല്ലേന്ന് ചോദിച്ചു. അല്ല അങ്ങനെയല്ല, ഞാൻ വെറുതെ പോയി കണ്ടതൊന്നും അല്ല, ദൈവമായിട്ട് എനിക്ക് ചിലത് മുൻകൂട്ടി കാണിച്ചു തന്നതാണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി കണ്ടതാണെന്നും പറഞ്ഞു. നീ മൂടി വെച്ച സത്യങ്ങൾ എങ്ങനെയാ നിന്റെ ഭർത്താവും വീട്ടുകാരും അറിഞ്ഞ് നിന്നെ അവർ തല്ലി പുറത്താക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു എന്ന് അമ്മ പറയാ, അതുകൊണ്ടാണ് ഞാൻ പോയി കണ്ടതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര ചിരി, കളിയാക്കി ചിരി. അപ്പം നീ ചിരിക്കുകയൊന്നും വേണ്ട,
ആ അത് നടക്കുമെന്നാ ജ്യോത്സ്യം പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴും ശ്രുതി നിന്ന് കളിയാക്കി ചിരിക്കുക. ജ്യോത്സ്യം നിന്റെ ജാതകം നോക്കിയിരുന്നു, നിനക്കിപ്പോൾ കഷ്ടകാലമാണെന്നാ പറഞ്ഞത്, ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞെന്ന് പറയുമ്പോഴും ശ്രുതി ചിരിക്കണം. പലതും നിനക്ക് നഷ്ടപ്പെടുമെന്നും മൂടി വെച്ച പല സത്യങ്ങളും പുറത്തു വരുമെന്ന് പറഞ്ഞ കാര്യമൊക്കെ അമ്മ കരഞ്ഞുകൊണ്ട് പറയുക. അത് നിന്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കുമെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മേ, എൻ്റെ കഷ്ടകാലമൊക്കെ കഴിഞ്ഞു, എനിക്കെപ്പോഴേ നല്ല കാലമാണെന്ന് ശ്രുതി അമ്മയോട് പറയണു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാം, അതമ്മ കാണുന്നില്ലേ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചോദിക്കുകയാണ്. ജ്യോത്സ്യം പറഞ്ഞതാണോ വിശ്വസിക്കേണ്ടത്, അത് കൺമുന്നിൽ കാണുന്നതാണോ എന്നൊക്കെ ചോദിച്ച് ശ്രുതി അമ്മയെ വഴി തെറ്റിച്ച് വിടുമ്പോൾ, നാളെ നടക്കാൻ പോകുന്ന കാര്യം അദ്ദേഹം പറഞ്ഞതെന്നും എല്ലാം നിന്റെ ജാതകത്തിലുണ്ടെന്ന കാര്യവും അമ്മ പറയുവാണ്. മറ്റെന്തും സഹിക്കാം, പക്ഷേ നിനക്ക് കിട്ടിയ ഒരു ജീവിതം ഇല്ലാതാകുമെന്ന് അറിഞ്ഞപ്പോൾ അന്നേരം അമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെ കരയണേ? അമ്മ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പിന്നെന്താ? അന്നേരം അമ്മ സംഭവിക്കും മോളെന്നും പറഞ്ഞാൽ കരയുന്നത്. ഞാൻ ഒരു കാര്യം എൻ്റെ മോളോട് അമ്മ പറയട്ടെ, മറ്റാരെങ്കിലും പറഞ്ഞ് അറിയുന്നതിനേക്കാൾ മുന്നേ നീ സത്യം നിന്റെ ഭർത്താവിനോടും അമ്മായിയമ്മയോടും പറയാനായിട്ട് അമ്മ പറയുവാണ്. അപ്പോഴത്തേക്കും ശ്രുതിക്ക് ദേഷ്യം വന്നു. നീ എല്ലാം മറച്ചു വയ്ക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റിയും നിന്റെ ഗതികേടിനെ പറ്റിയും ഒക്കെ നീ അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനും ഈ അമ്മ പറഞ്ഞ് കാല് പിടിക്കാം. ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞ് അവരോട് ക്ഷമ ചോദിച്ചാൽ അവർ നിന്നോട് ക്ഷമിക്കുമെന്നും അമ്മ പറയുന്നു. എല്ലാം നിന്നോട് പൊറുക്കുമെന്നൊക്കെ പറയുമ്പോഴും ശ്രുതിക്ക് ഭയങ്കര കലിപ്പ്. മറ്റാരെങ്കിലും പറഞ്ഞ് സത്യം അറിഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെയൊക്കെ സംഭവിക്കും മോളെന്ന് പറഞ്ഞപ്പോൾ, സത്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞാലേ ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാണ്ടാകും. എന്താ, നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ തന്നെ എല്ലാം സംഭവിക്കും, അങ്ങനെ വേണോ നിങ്ങൾക്ക്? മോളെ, എന്തായാലും അവരറിയും. അപ്പോൾ അതിനു മുന്നേ നീ പറഞ്ഞാൽ അപ്പോൾ ഒന്ന് നിർത്തുന്നുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് അമ്മയോട് ദേഷ്യപ്പെടുക. ഏതോ ജ്യോത്സ്യൻ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് അതും കേട്ടുകൊണ്ട് വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കലിപ്പിച്ച് ശ്രുതിക്ക്. അമ്മേ, ഞാനിവിടെ സന്തോഷത്തോടെ തന്നെയാണ് കഴിയുന്നേ, എന്തിനാ വെറുതെ എൻ്റെ സമാധാനം അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കിടത്തുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ ജ്യോത്സ്യനെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ടെന്നും അന്നൊക്കെ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. അതാ എൻ്റെ പേടിയെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ, എനിക്ക് കഷ്ടകാലമൊക്കെ ഉണ്ടായിരുന്നു, അത് മുൻപ്. അതാണെങ്കിൽ നിങ്ങളായിട്ട് ഉണ്ടാക്കി തന്നൊരു കഷ്ടകാലമാണെന്ന കാര്യം ശ്രുതി പറയുവാണ്. എൻ്റെ സമ്മതമില്ലാതെ ഒരാളുടെ കൈ കൊണ്ടെന്ന് ഏൽപ്പിച്ചിട്ട് എനിക്കൊരു കുഞ്ഞിനെയും തന്നിട്ട് അദ്ദേഹം അങ്ങ് പോയി. ചെറിയ പ്രായത്തിൽ എന്നെ വിധവയാക്കിയെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞ് അമ്മയെ കുറ്റപ്പെടുത്തുക. എനിക്കിപ്പോൾ നല്ല കാലമാണ്, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചിന്തിച്ചും പറഞ്ഞും വരാൻ നിൽക്കണ്ട. എൻ്റെ കഷ്ടകാലമൊക്കെ മാറിയതാ അമ്മേ. നോക്ക്, എങ്ങനെയെല്ലാം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും ശ്രുതി പറയുമ്പോൾ, ശ്രുതി ഞാൻ പറയുന്നത് നീ കേൾക്കാൻ പറഞ്ഞു. അമ്മ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട, എനിക്ക് ഷോറൂമിൽ പോകണം, ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അമ്മ പൊക്കോളാൻ പറഞ്ഞു മീരയുടെ വീട്ടിൽ നിന്ന് ശ്രുതി അങ്ങ് പോയി. അപ്പോൾ അമ്മ മീരയോട് പറഞ്ഞ് കരയുക. ഇനി അവളുടെ ജീവിതത്തിൽ പലതും അവൾക്ക് നഷ്ടപ്പെടുമെന്നും പല ദുരന്തങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന കാര്യമൊക്കെ അമ്മ മീരയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണ്. സത്യം ശ്രുതിയും വീട്ടുകാരും അറിയുമെന്നും കരഞ്ഞുകൊണ്ട് അമ്മ പറയുന്നത്. അത് അടുത്ത് തന്നെ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ മീരയ്ക്ക് അത് കേട്ട് പേടിയായി. ഇപ്പം അവൾക്കൊന്നും മനസ്സിലാകില്ല, ഇതൊക്കെ അനുഭവിച്ച് കഴിയുമ്പോഴേ അവൾക്ക് മനസ്സിലാവുമെന്നും പറഞ്ഞാൽ അമ്മ നിന്ന് കരച്ചിൽ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഷോറൂമിൽ ശ്രുതി ഇങ്ങനെ സ്റ്റാഫിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഫോട്ടോ എടുത്ത്, അമ്മയുടെ ഫോട്ടോ എടുത്ത് അവിടുത്തെ സ്റ്റാഫ് അവിടെ തൂക്കിക്കഴിഞ്ഞപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ശ്രുതി ചെന്ന് വഴക്കുണ്ടാക്കുന്നത്. താൻ എന്താ അവിടെ കാണിക്കുന്നത്? അല്ല സാർ, ഈ ഫോട്ടോ ഇവിടെ വെച്ചാൽ ദൃഷ്ടിദോഷം ഉണ്ടാവില്ല, സാറിൻ്റെ ലൈഫ് നല്ലത് നടക്കുമെന്നൊക്കെ അയാൾ പറയുക. എടോ ഈ ഫോട്ടോ എങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്നത് എൻ്റെ അമ്മ കണ്ടാലേ അതോടുകൂടി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കൊണ്ട് ആ ഫോട്ടോ എടുപ്പിച്ചു. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. പിന്നെ ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അപ്പോൾ ആ ഒരു സാറാ വിളിക്കുന്നത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ, ഗുഡ് സാർ, എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് സാർ, ഓക്കെ സാർ എന്നൊക്കെ പറയുകയാണ്. പെട്ടെന്ന് സാറ് ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്നിങ്ങനെ ശ്രുതി ചോദിക്കുക കേട്ടോ. ഓ താങ്ക് യു സാർ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഫോൺ കട്ട് ചെയ്തിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്താന്ന് ശ്രുതി വയ്ക്കുമ്പോൾ എല്ലാം ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചു. അപ്പോൾ ആ സ്റ്റാഫ് അങ്ങോട്ടേക്ക് ഒന്ന് എൻ്റെ ആ ഫോട്ടോ അവിടെ വെച്ചേക്കാനും പറഞ്ഞു. അയാൾ ആ ഫോട്ടോ അവിടെ വെച്ചു. എന്താ ശ്രുതി എന്ന് ശ്രുതി വയ്ക്കുമ്പോൾ, എൻ്റെ പൊന്നു ശ്രുതി, ഈ കണ്ണേറാമ്മയുടെ ഫോട്ടോ ഇവിടെ വെച്ചാൽ നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞത് വളരെ ശരിയാ. ആ ഫോട്ടോ വെച്ച ഉടനെ തന്നെ അഭിലാഷ് സാർ വിളിച്ചത് കേട്ടില്ലേ എന്ന് ചോദിച്ചു. ശ്രുതി ഇങ്ങനെ നോക്കുക, നമ്മൾ സബ് ഡീലേഴ്സിനെ കണക്ട് ചെയ്ത് കൊടുത്തില്ലേ, അതിൻ്റെ പ്രോഫിറ്റ് 10 ലക്ഷം രൂപ അദ്ദേഹം എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചതെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും 10 ലക്ഷമോ? അത് പറയാനാണ് എന്നെ ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് പറയുമ്പോൾ, സത്യമാണോ ഈ പറയുന്നതെന്ന് ചോദിച്ചു. സത്യമാണ് എൻ്റെ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ അമ്മയുടെ ഫോട്ടോയ്ക്ക് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. അപ്പോൾ ഈ ഫോട്ടോ വെക്കരുതെന്ന് അമ്മ പറഞ്ഞതായിരുന്നില്ലേ എന്ന് ചോദിച്ചു ശ്രുതി അന്നേരം. ഇതെങ്ങനെ ആൻറ്റി കണ്ടാലേ ആകെ പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ, അതും ശരിയാ,
ആരെങ്കിലും പറഞ്ഞ് അമ്മയത് അറിഞ്ഞാൽ ഞാൻ ചെന്ന് മോങ്ങേണ്ടി വരും അമ്മയുടെ കയ്യിൽ നിന്നൊന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ നിൽക്കുന്നു. അയ്യോ ഇതിപ്പോൾ ആരും പറയാതിരിക്കുക. അപ്പോൾ ദേ ആ ഫോട്ടോ അവിടെ നിന്ന് എടുത്ത് മാറ്റിയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് സുധി പറഞ്ഞ അനുസരിച്ച് സ്റ്റാഫുകൾ ആ ഫോട്ടോ എടുത്ത് മാറ്റി. അപ്പോഴേക്കും ആനന്ദ് അങ്ങോട്ടേക്ക് വന്നു. ഇന്നെനിക്ക് നല്ല ദിവസമാണ് ബ്രോ, അഭിലാഷ് സാറ് പ്രോഫിറ്റ് അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ എനിക്കതിൽ നിന്ന് എന്തെങ്കിലും ചിലവ് ചെയ്യടാന്ന് പറയുമ്പോൾ ചിലവ് ചെയ്യാനൊന്നും കാശില്ലെന്ന് പറഞ്ഞു. എന്നോട് തന്നെ നീ ഇത് പറയണം കേട്ടോ ബ്രോ എന്ന് ആനന്ദ് പറയാം. അങ്ങനെ ഇവർ തമ്മിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ബിസിനസ്സുകാരനാണെന്നും ഗൾഫിലാണ് ബിസിനസ്സൊക്കെ. അപ്പോൾ ഇവിടെ ഹിൽ ടോപ്പിൽ അദ്ദേഹത്തിന് നല്ലൊരു വീടുണ്ട്, അപ്പോൾ വലിയൊരു ബംഗ്ലാവ് തന്നെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു സുധി. ആ വീടിൻ്റെ ശരിക്കുള്ള വിലയെന്ന് പറഞ്ഞാൽ 5 കോടി രൂപയാണ്. 5 കോടിയോ? അത് 3 കോടി രൂപയ്ക്ക് അദ്ദേഹം തരാമെന്ന് പറഞ്ഞു. ഞാൻ ബ്രോയെക്കുറിച്ച് അദ്ദേഹത്തിനോട് സംസാരിച്ചിരുന്നു. ബ്രോയെ ബംഗ്ലാവ് മേടിക്ക്. പിന്നെ എൻ്റെ പൊന്നു ബ്രോ, നീ കോടികളെ പറ്റിയൊക്കെ ഈ പറയുന്നത്. എൻ്റെ കയ്യിൽ അതിന് മാത്രമുള്ള കാശൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ബ്രോ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് ജീവിച്ചാൽ അപ്പോൾ ട്രാഫിക് സിഗ്നലിൽ നിൽക്കുന്നത് പോലെ അവിടെ തന്നെ നിൽക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ കൂട്ടുകാരൻ സുധിക്ക് അടുത്ത വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കഷ്ടപ്പെട്ടാൽ എന്തും നേടിയെടുക്കാൻ സാധിക്കും. അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ നല്ല അടിപൊളി വീടാണെന്നൊക്കെ പറഞ്ഞ് അത് അങ്ങനെ തന്നെ സംരക്ഷിക്കണമെന്നും അതിന് പറ്റിയ ഒരാൾക്കെ കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ പറയേ ആനന്ദ്. ഞാൻ ബ്രോയുടെ കാര്യം പറഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് അത് ഓക്കെ ആണെന്ന കാര്യവും പറഞ്ഞു. നമുക്ക് ആദ്യം വീടൊന്ന് പോയി കാണാമെന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് അടുത്ത കെണിയിലേക്ക് ഇവരെ രണ്ടുപേരെയും കൊണ്ട് ചാടിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.